അയോധ്യ രാമക്ഷേത്ര കൊള്ളയിൽ സമ്മർദ്ദം ശക്തമാകുന്നതോടെ അനിൽ മിശ്രയെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം. അതേസമയം കേന്ദ്ര ഏജൻസികൾക്ക് അന്വേഷണം കൈമാറിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ചമ്പത്രായ് ഉൾപ്പെടെ ഉന്നതർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാത്തതിൽ വിമർശനവുമായി അയോധ്യ ബാർ അസോസിയേഷനും രംഗത്ത് വന്നു. വിവരങ്ങളുമായി ഇപ്പോൾ വിഷ്ണു തലവൂർ ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്ന്. വിഷ്ണു, രാജ്യം കണ്ട ഏറ്റവും വലിയ കൊള്ള എന്നാണ് കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞത്. എത്ര കോടിയുടെ കൊള്ളയാണ് നടന്നത്? എത്ര കോടിയുടെ വെള്ളിക്കട്ടികളാണ് അടിച്ചു മാറ്റിയത്? എത്ര കോടിയുടെ സ്വർണ്ണക്കട്ടികളാണ് അടിച്ചു മാറ്റിയെന്നുള്ള കൃത്യമായ വിവരം ഇതുവരെ വന്നിട്ടില്ല. ഇതിലേറ്റവും രസകരമായ വസ്തുത, ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ യോഗി സർക്കാർ രൂപീകരിക്കുന്നു. അതിനുശേഷം വളരെ പെട്ടെന്ന് ധൃതി പിടിച്ച് ഒരു അന്വേഷണ റിപ്പോർട്ട് കൊടുക്കുന്നു. പക്ഷേ ഇപ്പോഴും ഈ കൊള്ളയിലെ വമ്പന്മാർ റഡാറിൽ പെടാതെ നടക്കുകയാണ്. അതിൽ ചമ്പത്രായ്, ട്രസ്റ്റ് സെക്രട്ടറി കൂടിയ ചമ്പത്രായ്ക്കെതിരെ ഒരു ചെറു വിലനനക്കാൻ കഴിയുന്നില്ല. RSSന്റെ സംഘപരിവാറിൻ്റെ യോഗിയുടെ മോദിയുടെ അടുപ്പക്കാരനായ ചമ്പത്രായെ പിടികൂടിയില്ലെങ്കിൽ ഈ കേസ് എങ്ങനെ മുന്നോട്ട് പോകും? ഇതിൻ്റെ ശരിയായ വസ്തുതകൾ പുറത്തു വരേണ്ടേ? ഭക്തിയുടെ പേരിൽ, രാമജന്മഭൂമിയുടെ പേരിൽ അധികാരത്തിലേറിയവർക്ക് അവർ കാണിക്കുന്ന കപട നാടകമായിരുന്നു എന്ന് രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിയുന്ന സാഹചര്യം കൂടിയാണ്. ഇപ്പോഴെന്താണ് SITയുടെ നീക്കം? ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഇനി ദേശീയ ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കും. ദേശീയ ഏജൻസി മോദിയുടെ കീഴിലുള്ളതാണ്. എങ്ങനെയാലും ഈ വിഷയം അതിൻ്റെ ശരിയായ വസ്തുതകൾ വെളിച്ചത്ത് വരാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിലെ കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. എന്താണ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇനി കൂട്ടിച്ചേർക്കാൻ കഴിയുക, വിഷ്ണു? അയോധ്യ രാമക്ഷേത്ര കൊള്ളയിൽ പ്രതിഷേധം വിമർശനമൊക്കെ തന്നെ BJP RSS നേതൃത്വത്തിനെതിരെ അതിശക്തമാണെങ്കിലും ചമ്പത്രായ് ഉൾപ്പെടെയുള്ള ഉന്നതരെ സംരക്ഷിച്ചു പിടിക്കുന്ന ഒരു നീക്കം തന്നെയാണ് UP സർക്കാരിന്റെ ഭാഗത്തുനിന്നായാലും BJP നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നായാലും കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് കേസ് രജിസ്റ്റർ ചെയ്തത് 8 പേർക്കെതിരെ മാത്രമാണ്. അതിൽ ചമ്പത്രായുടെ അനിൽ മിശ്രയുടെയൊക്കെ തന്നെ ഏറ്റവും അടുത്ത അനുയായികൾ ഉൾപ്പെടെ 8 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് ഇവരെ അറസ്റ്റ് ചെയ്തു. പക്ഷേ എന്നിട്ടും ഇത്തരത്തിൽ ചമ്പത്രായിലേക്ക് അന്വേഷണം ഇപ്പോഴും വലിയ രീതിയിൽ അല്ലെങ്കിൽ കൃത്യമായി എത്തുന്നില്ല എന്ന് തന്നെയാണ് വലിയ ആക്ഷേപം ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുള്ളത്. എന്തായാലും നിലവിൽ അയോധ്യ ബാർ അസോസിയേഷൻ അടക്കം വിഷയത്തിൽ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് അയോധ്യ ബാർ അസോസിയേഷൻ ഈ ഉന്നതർക്കെതിരെ, അതായത് ചമ്പത്രായ്, അനിൽ മിശ്ര ഉൾപ്പെടെയുള്ള ഉന്നതർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരുന്നു. അതോടൊപ്പം തന്നെ പോലീസ് സ്റ്റേഷനിൽ ഇവർക്കെതിരെ പരാതി നൽകിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഈ ബാർ അസോസിയേഷൻ നേരത്തെ തന്നെ ഒരു നിലപാട് സ്വീകരിച്ചത് പ്രതികൾക്കെതിരെ ഒരു വക്കീലും ഹാജരാകരുത് എന്നതാണ്. കാരണം ഏതെങ്കിലും ഒരു വക്കീൽ ഹാജരായി കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ പിഴ ഈടാക്കുമെന്നതടക്കമുള്ള തീരുമാനങ്ങൾ നേരത്തെ ചേർന്ന ജനറൽ ബോഡിയിൽ ബാർ അസോസിയേഷൻ സ്വീകരിച്ചിരുന്നു. അപ്പോൾ അത്തരത്തിൽ വലിയ വിമർശനങ്ങൾ ഒരു ഭാഗത്ത് ശക്തമാകുമ്പോഴാണ് മറുഭാഗത്ത് ഈ നേതാക്കളെയൊക്കെ തന്നെ സംരക്ഷിച്ചു പിടിക്കാനുള്ള RSS BJP നീക്കങ്ങൾ കൂടി നടക്കുന്നത്. ഏതായാലും വലിയ സമ്മർദ്ദം ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് ഒരുപക്ഷെ കേസ് കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറാനായിട്ടുള്ള ഒരു നീക്കം കൂടി ഇപ്പോൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് CBI അല്ലെങ്കിൽ ED ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളുടെ ആയിരിക്കും അന്വേഷണം കൈമാറുക. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ അത്തരമൊരു അന്വേഷണം പോലും മറ്റുള്ളവരുടെ ഒരു കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഈ ഉന്നതരെ സംരക്ഷിക്കാനുള്ള ഒരു നീക്കം തന്നെയായിരിക്കും അത്തരത്തിൽ കേസ് കൈമാറുന്നത് എന്നതടക്കമുള്ള ആരോപണങ്ങളും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. വിഷ്ണുവിടെ ഈ ചമ്പത്രായ് അറിയാതെ അയോധ്യയിൽ ഒരു ഇല അനങ്ങില്ല. അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളുടെയും അവസാന വാക്ക് ചമ്പത്രായിയാണ്. ആ ചമ്പത്രായിലേക്ക് അന്വേഷണം എത്താതിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പിടിയിലായ ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള 8 പേരും ചമ്പത്രായിയുടെ ഏറ്റവും അടുപ്പമുള്ള ആൾക്കാരാണ്. അവരിലേക്ക് മാത്രം അന്വേഷണം ഒതുക്കി നിർത്തുക എന്ന് പറഞ്ഞാൽ ചമ്പത്രായിക്ക് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ജനങ്ങൾ പച്ചവെള്ളം ചവയ്ക്കാതെ വിഴുങ്ങണമെന്നാണോ മോദിയും യോഗിയും പറയുന്നത്? തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. കാരണം ഇതിൽ ചമ്പത്രായുടെ ഇടപെടലിനെ കുറിച്ച് കൃത്യമായ ഒരു അന്വേഷണം ഇപ്പോഴും നടക്കുന്നില്ല. ചമ്പത്രായെ തൊടാതെയുള്ള അന്വേഷണം തന്നെയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത്തരത്തിൽ ഒരു സമ്മർദ്ദം ശക്തമായ സാഹചര്യത്തിൽ ഇപ്പോൾ അനിൽ മിശ്രയിലേക്ക് അന്വേഷണം കുറച്ചുകൂടി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അനിൽ മിശ്രയെ വീണ്ടും ചോദ്യം ചെയ്തേക്കുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ഈ കസ്റ്റഡിയിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ള അവിനാഷ് ശുക്ലയെ ചോദ്യം ചെയ്തതിൽ നിന്ന് അനിൽ മിശ്രയ്ക്ക് ഈ
സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള പങ്കിനെ കുറിച്ച് കുറച്ച് വ്യക്തത SITക്ക് വന്നിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അനിൽ മിശ്രയെ ചോദ്യം ചെയ്യുക എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ട്രസ്റ്റിലെ ഭൂരിഭാഗം അംഗങ്ങളെയും നിയമിച്ചത് അനിൽ മിശ്രയാണ്. അതോടൊപ്പം തന്നെ അനിൽ മിശ്ര വ്യാപകമായി ഭൂമി വാങ്ങിക്കൂട്ടിയ സാഹചര്യമൊക്കെ ഉണ്ട്, തന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തൊരു സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് തന്നെ അന്വേഷണം എത്തുമെന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതും ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ അതിശക്തമായിട്ടുള്ള സമ്മർദ്ദം UP സർക്കാരിന്റെ മുകളിലുള്ള ഒരു സാഹചര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ അനിൽ മിശ്രയിലേക്കെങ്കിലും ഒരു അന്വേഷണം എത്തി നിൽക്കുന്നത്. പക്ഷെ അപ്പോഴും മറുവശത്ത് ചെമ്പത്രയെ സംരക്ഷിച്ചു നിർത്തുന്ന നിലപാട് BJP ആയാലും RSS ആയാലും VHP ആയാലും ഒക്കെ തന്നെ സ്വീകരിക്കുന്നുണ്ട്. നിലവിൽ ഒരു നടപടി അനിൽ മിശ്ര ചെമ്പത്രയ്ക്കെതിരെ ഒരു നടപടിയിലേക്ക് നീങ്ങാൻ സാധ്യതയില്ല എന്നതാണ് VHP വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത്. സിജു, ശരി. വിഷ്ണു തലവൂരാണ് അയോധ്യയിലെ ക്ഷേത്രക്കൊള്ളയെക്കുറിച്ച്, ചമ്പത്രായിലേക്ക് അന്വേഷണം നീങ്ങാത്തതിനെക്കുറിച്ച്, ഇനിയും പുറത്തു വരാനുള്ള വമ്പന്മാരാരെന്നതിനെക്കുറിച്ചൊക്കെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.